ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഏവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഖിലിൻ്റെ കല്യാണമാണ്. അഖിൽ എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം സഹോദരനല്ലെങ്കിലും സ്വന്തം സഹോദരനെ പോലെ എൻ്റെ കൂടെ ഇപ്പം വീഡിയോ എടുക്കാനാണെങ്കിലും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അവൻ്റെ കല്യാണമാണ്. രാവിലെ ഒരു 8 മണിക്ക് അവൻ്റെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞതാണ്. പക്ഷേ വീട്ടിൽ ഇപ്പം ഫുഡ് ഉണ്ടാക്കണം അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ ഒരുപാട് ലേറ്റായി. 9:15 സമയം. ഇനി വേണം നിന്ന് കുളിച്ച് റെഡിയായി പെട്ടെന്ന് തന്നെ അവന് വീട്ടിലോട്ട് പോകാം. ഇനി അവൻ വീട്ടിലോട്ട് ഇറങ്ങാറായെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഞാൻ മണ്ഡപത്തിലായിരിക്കും പോകുന്നത് അങ്ങനെയാണെങ്കിൽ. അപ്പം ഞാൻ ഈ കുളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഇന്നലെ അവനൊരു ഗിഫ്റ്റ് വാങ്ങി, അത് കണ്ടിട്ട് വാ. ഞാൻ അവർക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പോൾ ഡ്രസ്സെല്ലാം കണ്ടിട്ട് ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം അവർക്ക് ഇഷ്ടപ്പെടോ, അവനെ ആ കളർ മാച്ചാവോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ ഞാൻ അവന് ഒരു ഷർട്ട് അങ്ങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഷാലുവിന് ഡ്രസ്സ് എടുക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ കിളി ഫുള്ള് പാറി. ഒരു ഷർട്ട് എടുക്കാൻ പാടുപെട്ടെങ്കിൽ പിന്നെ ഷാലുവിനുള്ള ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറയേ വേണ്ടല്ലോ. അങ്ങനെ കുറച്ചു നേരം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഗിഫ്റ്റ് അങ്ങ് തയ്യാറാക്കി. അവിടെ വെച്ച് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായ അനൂപിനെ ഫാമിലിയും കണ്ടു. പിന്നെ കുഞ്ഞിനെയൊക്കെ എടുത്ത് കുറച്ചു നേരം ഞാൻ അവരോട് സംസാരിച്ച് അവിടെ നിന്നു. അപ്പോൾ നാളെ അഖിലിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നാളെ രാവിലെ എൻ്റെ കല്യാണത്തിന് തന്നെ പോകണം. ഇന്ന് ഞാൻ കല്യാണത്തിന് പുതിയ ഷർട്ടും മുണ്ടൊക്കെ എടുത്താണ് പോകുന്നത്. എൻ്റെ ആകെയുള്ള ഒരു ഒരുക്കം എന്ന് പറയുന്നത് മുടിയും കോതും വാച്ചും കെട്ടും. അങ്ങനെ ഞാൻ ഒടുവിൽ അഖിലിൻ്റെ കല്യാണ സ്ഥലത്തെത്തി. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ലേറ്റായി. അവൻ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ സമയത്തല്ല ഞാൻ എത്തിയത്. അധികം ലേറ്റായി. ഇനി അവൻ്റെ വായിരിക്കണം മൊത്തം കേൾക്കണം. ഞാനും പിന്നെ അവൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരിയായ പൊന്നും കൂടെ ഉണ്ട്. ഞാൻ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ കാണിച്ചു തരാം. ഇതാണ് അവനവഞ്ചേരി അമ്പലം. നമ്മൾ അമ്പലത്തിൻ്റെ അവിടുത്തെ ആഡിറ്റോറിയത്തിലാണ് അവൻ്റെ കല്യാണം. അപ്പം നമ്മൾ നേരെ ഇനി കല്യാണത്തിലോട്ട് പോവുകയാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും മുഹൂർത്തം ഏതാണ്ട് ആവാറായി. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ്റെ കല്യാണം കൂടി കഴിഞ്ഞു. പൊതുവേ കല്യാണം കഴിഞ്ഞാൽ നേരെ ഒറ്റ ഓട്ടമുണ്ട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്തവണ അത് നടന്നില്ല. ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് നമ്മൾ എല്ലാ കൂട്ടുകാരും കൂടെ ഒത്തുകൂടുന്നത്. പിന്നെ കളിയാക്കലും കഥ പറച്ചിലും പഴയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നല്ല നിമിഷങ്ങൾ. അതിനിടയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫോട്ടോയും എടുത്തു. എന്ത് പണക്കാവക്ക് എപ്പോഴാ രക്ഷിച്ചില്ലെന്നാ? മാമച്ചി പാവല്ലേ? ഓ ഈടോ വെച്ചോ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയ വെച്ച് സിനിമയിൽ കയറാം കേട്ടോ. കയറാ മാമച്ചി പാവല്ലേ? മാമച്ചിതൊക്കെ ഇവള് ഭയങ്കര വാശിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോ. ഞാൻ അങ്ങനെ പിടിച്ചോണ്ട് വന്നപ്പം അച്ഛൻ രക്ഷിച്ചില്ല, അച്ഛൻ അവളെ രക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് കരച്ചില്. ടാറ്റ പറ, എനിക്ക് എല്ലാവരും ടാറ്റ പറ. ബസ് മോനെ ടാറ്റ. ഇതാണ് എൻ്റെ അന്ന് പാമ്പിനെ കൊണ്ടുവന്ന് എന്നെ വിറപ്പിച്ച സിജോ, അറിയാലോ. ഇത് ഗീതു. അന്ന് അവളെ ഇല്ലായിരുന്നു. കുഞ്ഞിന്റെ ഡെലിവറി ആയിട്ട് അവളുടെ വീട്ടിലായിരുന്നു. ഇപ്പോഴാണ് വന്നത്. അവർക്കും ചെറിയൊരു നാണമാണ് കേട്ടോ. ഒളിച്ചൊക്കെ നിൽക്കുകയത്. എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാനുള്ള വെയിറ്റിംഗിലാണ്. അവിടെ കുറച്ച് തിരക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറുന്ന സമയത്ത് നമുക്ക് കാണാം. എന്റെ ഇല ചെറുതായിപ്പോ ഇവിടെ. എന്റെ ഇല പറഞ്ഞ കാര്യമില്ല. പേപ്പറിലൂടെ ചെറുതായിപ്പോ അതൊന്നും കുഴപ്പമില്ല. നീ ആ ഇല എനിക്ക് തരോടെ. എവിടെ ചെന്നാലും എനിക്കിതാണ് അവസ്ഥ. കേസ് എന്റെ ഇല ചെറുതായി പോയി. എനിക്ക് കിട്ടിയ ഇല മാത്രം ചെറുത്. നമ്മളെ ചെറുക്ക ആന്റപ്പന്റെ മോനടുത്ത് ഞാൻ ചോദിച്ചപ്പോ തന്നതുമില്ല. തന്നതുമില്ല. പപ്പടം വേണമെങ്കിൽ തരാം. നീ ആ ഇലയെങ്കിൽ എന്തായാലും ഉള്ള ഇലയിൽ നീ കഴിക്കണം. അത് കണ്ടല്ലേ.
ഓണത്തിന് മുന്നേയുള്ള ആദ്യത്തെ സദ്യയാണ്. തിരുവോണത്തിന് മുന്നേ ഉള്ള ആദ്യത്തെ സദ്യ. ചോറ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. രാവിലെ കല്യാണത്തിന്റെ തരത്തിലായത് ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തമാശയൊക്കെ പറയുന്നതിനിടയിൽ സദ്യ അങ്ങ് വിളമ്പി. സാധാരണ ചോറ് വിളമ്പുന്നതിന് മുന്നേ തന്നെ കറികളെല്ലാം കഴിച്ചു തുടങ്ങും. ഇത്തവണ തമാശയിലായി പോയത് കൊണ്ട് അതിന് കഴിഞ്ഞില്ല. ഓണത്തിന്റെ സമയമാകുമ്പോഴേക്കും മിക്കവാറും സ്ഥിരം നമുക്ക് സദ്യ കിട്ടാറുണ്ട്. പാലുകാച്ചായും ഇതേപോലെ കല്യാണങ്ങളായൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ സദ്യ വിളമ്പിയപ്പോഴേ കഴിച്ചു തുടങ്ങി. കാരണം രാവിലെ ഒന്നും കഴിച്ചതുമില്ല. സദ്യ നല്ല ടേസ്റ്റും ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിന്റെ. ഇതെങ്ങനെ ഉണ്ട്? അവള് കഴിച്ചില്ല. അപ്പൊ എന്തായാലും നമുക്ക് കഴിച്ചിട്ട് കാണാം. പരിപ്പും സാമ്പാറും കഴിഞ്ഞാൽ ഞാൻ അടുത്ത വെയിറ്റ് ചെയ്യുന്നത് കടലപ്പായസത്തിനാണ്. കടലപ്പായസത്തിന്റെ കൂടെ സൈഡിലിരിക്കുന്ന ആ പഴം എടുത്ത് മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കണം. ആ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സദ്യക്ക് 3 4 പായസം ഉണ്ടായിട്ടും ഞാൻ ആകെ വാങ്ങിയത് കടലപ്പായസം മാത്രമാണ്. പായസവും കൂടി കഴിച്ചപ്പോൾ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അങ്ങനെ സദ്യയും കഴിച്ച് സിജോയും ഗീതുവും വീട്ടിലേക്ക് തിരിച്ചു. ഞാൻ അവരോട് ടാറ്റയും പറഞ്ഞ് നേരെ അഖിലിന് അടുത്തോട്ട് പോയി. അവിടെ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയായിരുന്നു. നീ അങ്ങനെ നീ സമയം പോണില്ലെന്നൊരുണ്ടായിരുന്നു. നമ്മള് വരണത് വരാം. കല്യാണത്തിന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് തളർന്നിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് തന്നെ ഇവൻ ഫോട്ടോ എടുക്കണതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് കിട്ടി. ഇതാണ് നമ്മൾ അഖില്. ഫസ്റ്റ് നമ്മൾ തൃശ്ശൂർ വ്ളോഗ് എടുക്കാൻ പോയ സമയത്ത്, തൃശ്ശൂർ പൂരം കാണാൻ പോയ സമയത്ത് ആളുണ്ടായിരുന്നു. അന്ന് തൃശ്ശൂർ ഭാഷയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ പാവം എന്താ തളർന്ന് തിരിച്ച് ചിരിച്ചൊക്കെ ഇരിപ്പുണ്ട്. എടാ ഒരു ഹായ് പറഞ്ഞ നമ്മൾ ആൾക്കാർക്ക് വേണ്ടിട്ട്. പിന്നെ ഇന്നലെ തൊട്ടേ എൻ്റെ കൂടെ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് പറഞ്ഞു. മോളെ പേരെന്തോന്നു? ശിവപ്രിയ. അഖിലിന്റെ അനിയത്തിയാണ്. അപ്പൊ അവളെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോഴും നമ്മളടുത്ത് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവന് ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിച്ചിട്ട് ഞാനിപ്പോൾ ഇറങ്ങി. എന്നിട്ട് വൈകിട്ട് റിസപ്ഷൻ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് സദ്യയൊക്കെ കഴിച്ച് വയറും തള്ളി ഞാൻ വീട്ടിലെത്തി. ഇനി നന്നായിട്ട് കിടന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഇനി അഖിലിന്റെ റിസപ്ഷനും പോകണം. വീടിനടുത്തൊരു പാലുകാച്ചുണ്ട്. അപ്പൊ ഇനി നമുക്ക് വൈകിട്ട് കാണാമേ. ഞാൻ അവിടെ ഗിഫ്റ്റും കൊണ്ട് ചെന്നപ്പോഴേക്കും അവന് നല്ല പേടിയായി. ഇതിനകത്ത് എന്താണ് സംഭവം എന്നാണ് അവൻ അറിയേണ്ടത്. പിന്നെ അതുമല്ല, ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അവൻ മുട്ടായി വരെ തരാൻ മറന്നുപോയി. ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളെ നേരെ പറഞ്ഞു വിട്ടു. പിന്നെ എൻ്റെ ലൈഫിൽ മിക്ക കല്യാണങ്ങൾക്കും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ പൊതുവേ നേർച്ച പോലെ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഫോട്ടോ ഫ്രെയിം. ഞാൻ ഈ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ തന്നെ അവൻ പറയുകയും ചെയ്തു ഫോട്ടോ ഫ്രെയിമായിട്ട് വന്നിരിക്കുകയാണ് ആളിനെ പറ്റിക്കാൻ. എന്തായാലും കലക്കനൊരു ഫോട്ടോയൊക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അപ്പൊ ഞാൻ അഖിലിന്റെ ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് ഗിഫ്റ്റ് കൊടുത്ത് ഒരു കോമഡി ആയിരുന്നു. നല്ല രസമായിരുന്നു. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കളറൊക്കെ കണ്ടിട്ട് അടിപൊളി കളറ്. അത് ഞാൻ ശകല ഇവനെ കണക്കൊരു ഭർത്താവ് ലോകത്തിൽ ഏറ്റവും നല്ലൊരു ഭർത്താവാണ്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവൻ കൊച്ചിനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭാര്യയ്ക്ക് വാരി കൊടുക്കും. അപ്പൊ ആദ്യം ഞാൻ കുറച്ച് പത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം. പത്തിരിയും ചിക്കൻ കറിയും നമ്മ കൊള്ളാം. എന്തായാലും ഞാൻ ഈ അംഗം എല്ലാം കൂടെ ഒന്ന് തീർത്തിട്ട് ഞാൻ വരാം. ടാറ്റ. ഇത് എത്ര മാസമായി? 3 മാസമായോ? 3.25. അടുത്ത മാസം 9 ആകുമ്പോ 4 ആവും. എന്തിനടി നീ പറ്റത്? സിയക്ക് എത്ര വയസ്സായി? 2.5. എങ്ങനെ 2.5 പറ
ഇവക്ക് പണ്ടേ ഒന്നിന്റെയും കണക്കിറങ്ങിക്കൂടാ. അളിയാ ഒന്നിന്റെ ഞാൻ മാപ്പ് എടുത്തിട്ട് ഇവിടെ ഫോൺ കൈ കൊടുക്കൂടി ഡയറക്ഷൻ പറ. നേരെ നേരെയാ അതിൽ വോയിസ് നമ്മൾ കേൾക്കാം. റൈറ്റ് നീ വലത് എങ്ങോട്ട് എടി നീ വലത് കാണീര് അങ്ങോട്ട് പോവാൻ വലത് കിടന്ന് പറഞ്ഞുകൂടാ. ഈ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഇരയാകാറുണ്ട്. നിർഭാഗ്യവശാൽ ഇന്നത് ഗീതുവായിരുന്നു. എനിക്ക് കൂടുതലും ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം. കാരണം നമ്മളെ മനസ്സിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇരിക്കുമ്പോൾ എല്ലാം മാറി മനസ്സ് നല്ല ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ എൻ്റെ സ്വന്തം അഖിലിന്റെ കല്യാണം കഴിഞ്ഞു. അവർ ഇത്രയും നേരം നല്ല തിരക്കിലായിരുന്നു. അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം ഇവരെ കാണാൻ ഇങ്ങനെ അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ വെയിറ്റ് ചെയ്തു. എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് വീട്ടിലോട്ട് പോവുകയാണ്. വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു ടാറ്റ.